6-ാമത്തെ വാക്യം. മാംസസിന്റെ മരണം, ആവിൻ ചിന്തനയോ ജീവനും സമാധാനവുമാ. ആമേൻ. നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. സ്തോത്രം. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം തന്നെ. നമുക്ക് ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആരും മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ നടന്ന 7 മൊഴികൾ കർത്താവിൻ ദാസന് കേൾപ്പാൻ തക്കൊന്നിടയായിത്തീർന്നു. അല്പസമയം കൂടെ നമ്മൾ ദിവസത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കർത്താവേ, ഞങ്ങളുടെ മാനുഷ്യ ചിന്തകളൊക്കെ മാറി പരിശുദ്ധാത്മാവിൽ ചിന്തിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ഈ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിന്റെ പ്രവൃത്തികൾ ഈ ദേശത്ത് വെളിപ്പെടണം. കർത്താവേ, ഞങ്ങൾക്കൊരു ഉപകരണം മാത്രമാണ്. ദൈവാത്മാവെന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ വായിച്ചിരുന്ന വാക്യത്തെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനത്തിന്. കർത്താവ്, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കൊരു നല്ല ചിന്ത നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടുകൾ പാടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് സഹായിച്ച കൃപയ്ക്കാട് സ്തോത്രം. വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനെയും അനുഗ്രഹിച്ച കൃപയ്ക്കാട് സ്തോത്രം. ഒരല്പസമയം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. കർത്താവ് ചില വാക്കുകൾ ഞങ്ങളോട് സംസാരിക്കണം പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു, യേശുവിന്റെ വലിയൊരു നാമത്തിന്റെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ശ്രേഷ്ഠവും വലിയതുമായ നാമത്തിന് നന്ദി ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് പ്രൊഫസി എന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ KP ജെയ്സൺ അവർകൾ, എൻ്റെ പ്രിയ സ്നേഹിതൻ, ആ സഭയിലുള്ള വിശ്വാസികൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നുവന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ദേശനിവാസികൾക്ക് എല്ലാവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം. ഈ കൺവെൻഷൻ 3 ദിവസം, വെള്ളി, ശനി, ഞായർ ദിവസം നടക്കുന്ന ഈ കൺവെൻഷൻ 3 വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഇവിടെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച യേശുക്രിസ്തുവിന്റെ ജനനം, ഇന്ന് യേശുക്രിസ്തുവിന്റെ മരണം, നാളെ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. 3 വിഷയമാണ് ബഹുമാന്യ ദേവദാസൻ അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. എന്തിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്? എന്തിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ചത്? യേശുക്രിസ്തു എന്തിനാണ് ഉയർത്തെഴുന്നേറ്റത്? ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ യഥാർത്ഥ ശിഷ്യനായി ഒരു യഥാർത്ഥ ദൈവത്തിലെ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രത്യേകമായ ഒരു വിഷയമില്ല. ദൈവമക്കളുടെ ആത്മിക ഉന്നമനത്തിന് വേണ്ട ഒരു വിഷയം ഞാൻ തന്നെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. തുടക്കത്തിൽ തന്നെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാനായിട്ട് പാസ്റ്റർ ബെന്നി അവർ നേതൃത്വം കൊടുക്കുന്ന കൊയർ ടീം വളരെ നല്ല രീതിയിൽ പാട്ടുകൾ പാടിയതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ കർത്തൃദാസന്മാര്, ഇന്ന് വൻ സംസാരിച്ച കർത്താവദാസൻ പാസ്റ്റർ പേര് ജോൺ പീറ്റർ, നല്ലൊരു സന്ദേശം അതൊരു കേൾക്കുവാൻ തക്കോൻ വിടയെത്തിയിരുന്നു. തുടർന്ന് ചില മിനിറ്റുകൾ നമ്മൾ വായിച്ച വേദഭാഗത്തും ചില കാര്യങ്ങൾ
നമുക്ക് ഒന്നിച്ച് ചിന്തിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച വാക്യം എങ്ങനെയാണ്? ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം. എന്താണ് ജഡത്തിന്റെ ചിന്ത? ജഡമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി. എന്താണ് ജഡത്തിന്റെ ചിന്ത? ജഡത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന എന്താണോ അതാണ് ജഡത്തിന്റെ ചിന്ത. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാ ജഡത്തിന്റെ ചിന്ത. സ്തോത്രം. ജേസൺ പാഷ ചിന്ത ഞാൻ പറയാം. ദൈവം ഉച്ച കഴിഞ്ഞ് മഴ പെയ്യരുത്. ഇത്രയും പൈസ മുടക്കിയിരിക്കുന്നതാണ്. ആത്മാക്കൾ കടന്നു വരണം. മഴ പെയ്യാൻ പാടില്ലെന്നാണ് ജേസൺ പാഷ ചിന്ത, സവക്കാരുടെ ചിന്ത. മോഹൻചാന്റെ ചിന്ത അത് തന്നെയാ. മഴ പെയ്യരുത്, മഴ പെയ്താൽ ലക്ഷക്കണക്കിന് എന്റെ സാധനങ്ങൾക്ക് എറിച്ചടിക്കും, അത് നഷ്ടമാകും, ദൈവം മഴ പെയ്യരുത് എന്ന അദ്ദേഹത്തിന്റെ ചിന്ത. മറ്റുള്ളവരുടെ ചിന്ത, ദൈവം ഇത് എപ്പോ തീരും, ഇത് എപ്പം പറഞ്ഞേ, ഇത് എപ്പോ തീരും. 1 മണി വരെയാണ് സമയം, ഇപ്പൊ 12 കഴിഞ്ഞിരിക്കുന്നു, വാച്ചിലേക്ക് നോക്കിയിരിക്കാൻ എപ്പോ തീരും എന്ന ചിന്ത. ചിലരുടെ ചിന്ത അതല്ല. ഇവരുടെ ഈ മൈക്ക് വെച്ചുള്ള ഒച്ച കാരണം കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇത് എപ്പോ തീരും. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. മറ്റു ചിലർ ചിന്തിക്കുന്നത്, കർത്താവേ തീരരുത്, ദിവസങ്ങളോടെ അങ്ങ് പൊക്കോട്ടെ, കേൾക്കുമ്പോ തന്നെ ഉള്ളിലൊരു സമാധാനമാണ് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തകൾ പലവിധമാണ് മനുഷ്യ ജീവിതത്തില്. എന്നാൽ വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ ജഡത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് കാര്യം ചിന്തിക്കുന്നുവോ അത് ചിന്തിച്ച് നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന ഉത്തരവെന്ന് പറയുന്നത് നിരാശയാണ്. ചെല്ലു നോക്കിയല്ലേ, എന്തോ ഇതുപോലെ കുത്തിയിരുന്ന് ആലോചിക്കുന്നേ. ഓ എന്നാ പറയാനാ, ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക. സാധാരണ നമ്മളെപ്പോൾ ആൾക്കാർക്ക് ചിന്ത വരുന്നത്, ഈ ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ എല്ലാ ഇന്ത്യക്കാരും ഈ സഭക്കാർക്ക് വരുമ്പോൾ നമുക്ക് ചിന്ത കൂടുതലുണ്ടാകുന്ന ദിവസങ്ങൾ അന്നൊക്കെയാണ്. കർത്താവ് നാളെ എല്ലാ ഇന്ത്യക്കാരും വരും, ഇസാബുകാരൻ പറഞ്ഞാൽ എന്തു ചിന്താഭാരങ്ങൾ അല്ലേ, പല വിധത്തിലുള്ള ചിന്തകളാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ഇന്നോട് വന്നു അല്ലേ. നമ്മൾ ഇന്നലെ ചിന്തിച്ചില്ലായിരുന്നോ? നാളെ കൺവെൻഷന് പോകണം ചിന്തിച്ചോ നമ്മളോട് വന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ അവനെ ജഡത്തിൽ എന്ത് ചിന്തിക്കുന്നുവോ അവൻ ചിന്തിച്ച് അവൻ അവസാനം കിട്ടുന്നതിന് മറുപടി എന്ന് പറയുന്നത് നിരാശയാണ്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിരാശയും ആത്മഹത്യയുമാണ്. ഏതൊരു വിഷയമായിക്കൊള്ളട്ടെ, അത് കുടുംബജീവിതത്തെ കുറിച്ച് ആയിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളെ കുറിച്ച് ആയിക്കൊള്ളട്ടെ, ഇനി നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച് ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഭാവിയെ കുറിച്ച് ആയിക്കൊള്ളട്ടെ, കടബാധയെ കുറിച്ച് ആയിക്കൊള്ളട്ടെ, ഏതൊരു വിഷയവും ജഡത്തിലും ചിന്തിച്ചാൽ അതിനവസാനം കിട്ടുന്ന മറുപടി എന്ന് പറഞ്ഞ നിരാശയാണ്, സങ്കടമാണ്, വ്യാകുലതയാ, നിരാശയാ, അവസാനം ചെന്നെത്തുന്നവിടെയാ ആത്മഹത്യയിലാണ്. എന്നാൽ അതേ ചിന്തകൾ തന്നെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണ നിൽക്കുകയും ചെയ്യും, നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വരികയും ചെയ്യും, നിങ്ങൾക്ക് രക്ഷ നൽകി തരികയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. 2 ചിന്തകളാണ് മനുഷ്യത്തിൽ ഉണ്ടാകുന്നത്. ഒന്ന് സാത്താന്യ ചിന്തകൾ, 2 മനുഷ്യ ചിന്തകൾ. സ്തോത്രം. 2 ചിന്തകൾ, മനുഷ്യ ചിന്തകളും സാത്താന്യ ചിന്തകളും ദൈവിക ചിന്തകളും ഉണ്ട്. സ്തോത്രം. ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ചിന്തകൾ ദൈവികമാണെങ്കിൽ, സ്തോത്രം, സാത്താന് ലഭിക്കുന്ന ചിന്തകൾ നമ്മെ നശിപ്പിക്കുന്നതാണ്. സ്തോത്രം.
ദൈവവചനത്തിനും ദൈവത്തിന് വിരോധമായി വരുന്ന ഏത് ചിന്തയും നമ്മൾ തകർത്തുകളയും. അതുകൊണ്ട് ജീവിതത്തിൽ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ആ ചിന്തകളുമായിട്ട് ഓടി ദൈവസന്നിധി വരണം. കർത്താവേ, എന്നെ ഇന്ന ചിന്ത എന്നെ കണ്ടമാനം ഭാരപ്പെടുത്തുന്നു, ഞാൻ എന്ത് ചെയ്യണം? കുറെ ദിവസങ്ങളായിട്ട് എന്നെ ഒരു ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? ആ ചിന്താഭാരത്തിൽ എനിക്ക് മാറുവാൻ കഴിയുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ, സ്തോത്രം. നീ ദൈവത്തിലേക്ക് വരാത്ത കാലത്തോളം ആ ചിന്തയുമായി നീ മുൻപോട്ട് പോയാൽ അവസാനം ചെന്നു ചേർന്ന മാർഗം അത് ആത്മഹത്യയിലാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനേക്ക് ചിന്തിച്ചു, ആ ചിന്തകൾ ദൈവത്തിന് അർപ്പിക്കുന്നില്ല എങ്കിൽ ആ ചിന്ത നിങ്ങളെ നാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഒരു മാറ്റവും ഇല്ല കാര്യത്തിന്. ചിന്തകളുമായിട്ട് ഓടി ദൈവത്തിലേക്ക് വരണം. കർത്താവേ, എന്നെ ഇന്ന ചിന്ത കണ്ടമാനം എന്നെ ഭാരപ്പെടുത്തുകയാ, ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. ഞാൻ എന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു രക്ഷയുമില്ല, എന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് യാതൊരു രക്ഷയുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗം പറയും, ഞാൻ കാര്യം പറയാം, നീ കുറച്ചു നാളത്തേക്ക് നീ അവന്റെ മറവിടത്തിലൊന്ന് നീ ഇത് പതുങ്ങിയിരിക്കുക. 143 സംഗീതം വായിക്കുമ്പോൾ കാണുന്നത്, അവൻ എന്റെ മറവിടമാകുന്നു, ഞാനൊന്ന് മറിഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തിനെന്നറിയാമോ? ചില കാര്യങ്ങൾ പഠിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വായിക്കാം 143 സങ്കീർത്തനം. അതെടുത്താട്ടെ, 143 സങ്കീർത്തനം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 143 സങ്കീർത്തനം അതിന്റെ 9-10 വേദവാക്യം ഒന്ന് വായിച്ചേ. 143. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ഇവിടെ പറയുന്നത്, യഹോവേ, ശത്രുക്കളുടെ കണ്ണിനെ വിടുവിക്കണമേ, നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. ഞാൻ എന്തിനാ വരുന്നത്? നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. കാരണം ചില ചിന്തകൾ എന്നെ ഭാരപ്പെടുത്തുന്നത് കൊണ്ട്, എന്നെ സങ്കടപ്പെടുത്തുന്നത് കൊണ്ട്, എന്നെ നിരാശപ്പെടുത്തുന്നത് കൊണ്ട് സംഘടനക്കാരൻ പറയാണ്, ഞാൻ മറവിനായിട്ട് നിന്റെ അരികിലേക്ക് വരിക, ഞാൻ കുറച്ചു നാളൊന്ന് മറിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുക. എന്തിനാണെന്നറിയാമോ മറിഞ്ഞിരിക്കുന്നത്? അതിന്റെ അടുത്ത് വാങ്ങാൻ പറഞ്ഞത്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ മറിഞ്ഞിരിക്കുമ്പോൾ, ഞാൻ എന്റെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുമ്പോൾ ദൈവം തന്റെ ഇഷ്ടങ്ങൾ എന്നെ പഠിപ്പിക്കും. കുഞ്ഞെ, നിന്റെ ചിന്ത തെറ്റാണ്, ആ ചിന്തയിൽ നിന്ന് മാറണം. ഹല്ലേലൂയ. അതിനുവേണ്ടി എന്റെ പാദപത്തിൽ നീ ഇരിക്കുക, നിന്നെ ഞാൻ കുറെ കാലം പഠിപ്പിക്കാം, നിന്റെ ചിന്തകൾ നിന്നെ വിട്ട് മാറിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. ആത്മഹത്യയെ ചിന്തിക്കുന്ന സഹോദരങ്ങളെ, സ്തോത്രം. നിരാശ വിളിച്ചു പറയുന്നവരെ, ഇന്ന് പകൽക്കാലം പറയുന്നത്, ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. ഞാൻ മറവിനായി വരികയാണ് കർത്താവേ. എന്നറിയാമോ? ഈ ചിന്താഭാരം എന്നെ കണ്ടമാനം അലട്ടുകയാണ്. ഒറ്റ രാത്രി പോലും എനിക്കൊന്ന് സമാധാനം കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം എന്നെ ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പറഞ്ഞു, നീ മറവിനായി വന്നു കഴിഞ്ഞാൽ, എന്റെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ ചിന്താഭാരങ്ങൾ നിന്നെ വിട്ടോടിപ്പോകും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാം. സ്തോത്രം. പിന്നെ പറയുന്നത്, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ നിന്നെ നടത്തുമാറാകട്ടെ. എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പതുക്കെ നടത്തുവാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് തന്റെ കാര്യം പിടിച്ചിട്ട്
നമ്മെ പതിയെ നടത്തുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ ചിന്താഭാരം വിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ നാം ദൈവത്തിലേക്ക് നമ്മൾ ഓടി വരുമ്പോഴാണ് ചിന്താഭാരങ്ങൾ നമ്മളെ വിട്ടു പോകുന്ന. സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു കാര്യം അടുത്തും ചിന്തിച്ചാൽ അതിന്റെ അവസാന നിരാശയാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചിന്തകളെ വളരുവാൻ അനുവദിക്കരുത് ശരീരത്തിൽ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്തകളെ വളരുവാൻ ശരീരത്തിൽ അനുവദിക്കരുത്. ഏത് ചിന്തകൾ വന്നാലും യേശുവിന്റെ നാമത്തിൽ അതിനെ പുറത്താക്കിക്കോണം. അല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും കുടുംബജീവിതവും നശിപ്പിച്ചു കളയുന്ന ചില ദുഷ്ട ചിന്തകൾ ആ ദേശം വിട്ടു പോയേ മതിയാകൂ. ചില കുടുംബങ്ങൾ വിട്ടു പോയേ മതിയാകൂ. ഇല്ലെങ്കിൽ ആ ചിന്തകൾ നമ്മളെ തകർത്ത് കളയും. യേശുവിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൽ ഓരോ ദിവസം വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് തെറ്റായ ചിന്തകളാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരുവന് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു കൊടുക്കുകയല്ല, പക്ഷേ ഒരു ഗ്ലാസ് ചാരായി വാങ്ങിച്ചു കൊടുക്കും. അവനെ തെറ്റായ ചിന്തയിലേക്ക് അവനെ നടത്തും. നീ കുടിച്ചോ? സ്തോത്രം. ഇന്ന് ഒരു ഗ്ലാസ് ആണെങ്കിൽ അത് നാളെ 1.5 ഗ്ലാസ്സായി, നാളെ കഴിഞ്ഞ് 2 ഗ്ലാസ്സായി, ഒരാഴ്ച 3 ഗ്ലാസ്സായി. അവൻ പണിത് അവന്റെ പൈസ ശമ്പളത്തിന്റെ തീരത്തി വിധത്തിൽ അവൻ മദ്യത്തിനും മയക്കും അനുഭവപ്പെട്ട് അവൻ നിരാശയിലേക്ക് വഴിമാറി ആത്മഹത്യയിലേക്ക് മാറ്റപ്പെടുക. കാരണം എന്നറിയാമോ? തെറ്റായ ചിന്താഗതികൾ ആര് കുത്തിവെച്ചു? അവന്റെ സുഹൃത്തുക്കൾ കുത്തിവെച്ചു. അത് മുഖാന്തരം രക്ഷപ്പെടുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. അതാ ഞാൻ പറഞ്ഞ ജഡത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞ മരണമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ജഡത്തിലിരുന്നു കൊണ്ട് നാം ഏത് കാര്യം ചിന്തിക്കുന്നുവോ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ നിരാശ മാത്രമായിരിക്കും. എന്നാൽ ഏതൊരു കാര്യം നമ്മ ആത്മാവിനും ചിന്തിച്ചാൽ, ഹല്ലേലൂയ. സ്തോത്രം, നമ്മുടെ അടുത്തൊന്ന് പറയുക, ഇന്ന കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ പണം പിശാചേ എന്നെ വിട്ട് മാറി നിന്നോണം, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. നിന്റെ ചിന്തകളും നിന്റെ നിരൂപണങ്ങളും നിന്റെ കൊടുക്കൽ വാങ്ങലും നിന്റെ ബിസിനസ്സും എന്റെ അടുത്തോ, എന്റെ ഭവനത്തിലോ, എന്റെ കുഞ്ഞുങ്ങളുടെ അടുത്തോ, എന്റെ സഭയ്ക്കകത്തോ നിന്റെ ബിസിനസ്സുകൾ സാധ്യമല്ലേ? അല്ലേ? അല്ല. ഹല്ലേലൂയ. ചിന്തകളെ താലോലിക്കുവാൻ അവസരം കൊടുക്കരുത്. ചിന്തകളെ താലോലിക്കുവാൻ അവസരം കൊടുക്കരുത്. പുതിയ ദിവസം പഠിക്കുമ്പോൾ ഏറ്റവും അധികം രാപകലും ചിന്തിച്ചൊരു മനുഷ്യനുണ്ട്, ശൗൽ. അദ്ദേഹത്തിന് ഒറ്റ ചിന്തയുള്ളായിരുന്നു, ഈ ദൈവമക്കൾ എന്ന് പറയുന്നവരെ അടിച്ച് തകർത്ത് കൊടുത്ത് ദൂരക്കളയണം. അതിനുവേണ്ടി രാപകല ചിന്തിച്ച് പ്രവർത്തിച്ചൊരു മനുഷ്യൻ ആര്? ശൗൽ. ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും ദൈവമക്കൾ എന്ന് പറയുന്ന, ഈ സ്തോത്രം പറയുന്ന, ഈ ഹല്ലേലൂയ പറയുന്ന യേശുക്രിസ്തുവിനെ ഉയർത്തുന്നവന്മാരെ തകർത്ത് തരിപ്പണമാക്കണം. അതിനുവേണ്ടി അധികാര പത്രമൊക്കെ സംഘടിപ്പിച്ച്, ലൈസൻസൊക്കെ സംഘടിപ്പിച്ച് താനിങ്ങനെ ജയാളിയായിട്ട് ഡെമസ്കോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ പോകുന്ന വഴിക്ക് തന്റെ ചിന്തകൾക്കപ്പുറമായി, തന്റെ നിരൂപണങ്ങൾക്കപ്പുറമായി ഒരൊറ്റ കൊള്ളിയാമിന്നൽ അടിച്ച് താഴെയിട്ട് പൗലോസിനെ അടിച്ച് താഴെയിട്ട് കണ്ണ് കാണാൻ മേലാതെ നിലത്തിരുന്ന് മെഴുകുകയാണ്. ആര്? പൗലോസ്ലീഹ. ശൗല്. എന്താ ശൗല നിനക്ക് പറ്റിയത്? ഒന്നും അറിയത്തില്ല, ഒരു വലിയ വെളിച്ചം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇപ്പോൾ കണ്ണ് കാണാൻ മേല. നീ എന്തോ ചിന്തിച്ച്? എനിക്ക് ഒറ്റ ചിന്തയുള്ളായിരുന്നു, ഈ ദൈവമക്കൾ എന്ന് പറയുന്നവരെ നശിപ്പിച്ചു കളയാൻ എന്റെ ചിന്ത. ഞാൻ അങ്ങനെ വരുമ്പോൾ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ വെളിച്ചം തടഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ അന്ധനായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത മരണമാണ് സഹോദര. നീ ജഡത്തിലിരുന്നു കൊണ്ട് ദൈവമക്കൾക്കെതിരെയും സുവിശേഷ വേലയ്ക്കെതിരെയും
ദേവദാസന്മാർക്കെതിരെയും നീ എത്ര കോട്ട കെട്ടിയാലും ഏത് പ്രതിബന്ധം തീർത്താലും ഹല്ലേലൂയ സ്തോത്രം, സ്വർഗ്ഗത്തിലെ ദൈവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ സ്തോത്രം. അവർ വിചാരിക്കുന്നത് ഞങ്ങളുടെ കൈയുടെ ബലം കൊണ്ട്, ഞങ്ങളുടെ കായിക ശ്രേഷ്ഠത കൊണ്ട്, ഞങ്ങളുടെ അധികാരത്തിന്റെ ബലം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതെ, നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, അല്ലേ? നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ചെയ്യുവാൻ സാധ്യമായ ഒരുവൻ ഉയരത്തിലുണ്ട്. ആമേൻ. ചെയ്യുവാൻ സാധ്യമായ ഒരുവൻ ഉയരത്തിലുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ മുൻപോട്ട് പോയിട്ട് അവന്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ നിരാശനായി അന്ധനായി മാറിയ ഒരു ശൗല്, ഒരു പൗലോസ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജഡത്തിലെ ചിന്ത എന്തായി? നിനക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിച്ചോ? ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. നിരാശനായി സങ്കടപ്പെട്ടിരിക്കുക. അനന്യാസ് എന്ന് പറഞ്ഞൊരു ദിവാസം ചെന്ന് അവനെ തലമേൽ കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അനന്യാസ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ കടന്നു ചെന്നിട്ട് അവന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? ഈ ശൗലിനോട് പ്രാർത്ഥിക്കുക. അനേകരുടെ ശരീരത്തിൽ കൈവച്ച ശൗലിന്റെ തലമേൽ ആര് കൈവെക്കുന്നു? അനന്യാസ് കൈവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജഡത്തിന്റെ ചിന്ത കൊണ്ട് ആർക്കും അധികകാലം മുൻപോട്ട് പോകാൻ സാധ്യമായ തരത്തില്ല. ആമേൻ. ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചിലരുടെ ചിന്ത മരണചിന്ത. ചിലർക്ക് മരിക്കുമെന്നുള്ള ഭീതി, മരണചിന്ത. എത്ര മരുന്ന് കഴിച്ചാലും പേടിയാ, ഭയങ്കര പേടിയാ. അവരുടെ ചിന്ത മരിച്ചു പോകുന്നുള്ള പേടിയാ, വെപ്രാളമാ. അത് ആരുകൊണ്ടൊരു ചിന്തയത്? ദൈവികമാണോ? അല്ല, അത് പൈശാചികമാണ്. ജഡത്തിന്റെ ചിന്തയാ മരിച്ചു പോകുന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് എന്റെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ജഡത്തിന് ചിന്ത, നീ എന്നെ വിട്ട് മാറിപ്പോ, എന്നെ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം ഞാൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാ. ഹല്ലേലൂയ സ്തോത്രം. ചിലരുടെ ചിന്ത മരണഭീതിയാ, മരണചിന്തയാ. ഞാൻ മരിച്ചുവോ, ഞാൻ മരിച്ചോ ചിന്തയാ. അത് കൂടുതൽ ദുഷ്ടനാ. ഇനി അഥവാ അങ്ങനെ വന്നാലും വേണം, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരിക്കും. ജീവനോടെ ഇരിക്കുക മാത്രമല്ല, ഇരുന്നിട്ട് ഞാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഹല്ലേലൂയ സ്തോത്രം. മരണഭീതി അത് ദുഷ്ടന്റെ ചിന്തകളാണ്. അത് നമ്മുടെ ശരീരം വിട്ട് മാറിപ്പോകണം. ആമേൻ. പല ചിന്താഭാരങ്ങൾ. നാളെ കുറിച്ച് എന്താകും, നാളെ എന്താവും ചിന്തകൾ. അത് ജഡത്തിന് ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ചിന്തകൾ ദൈവങ്ങളിൽ കൊടുത്താൽ മതി. കർത്താവേ, നാളെ എന്റെ അവസ്ഥ എന്താണെന്ന് ഉള്ള കാര്യം നാം ദൈവകരങ്ങളിൽ കൊടുക്കുക, ദൈവം നടത്തിക്കോളും. അല്ലേ? നമ്മുടെ സകല ചിന്തകളും ആകുലങ്ങളും അവന്റെ മേൽ, യേശുവിന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. യേശു നമ്മളെ പുലർത്തിക്കൊള്ളും. ഹല്ലേലൂയ. അല്ല, നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് ഒരു സെക്കൻഡ് പോലും മുൻപോട്ട് സാധ്യമല്ല. നമ്മുടെ ചിന്തകളെ അടിയറവ് വെച്ചിട്ട്, നമ്മുടെ ചിന്തകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ആത്മാവിനെ ചിന്തിക്കാൻ അവസരം കൊടുക്കണം. ഹല്ലേലൂയ. അവിടെയാണ് ദൈവീയ പ്രവൃത്തി ഉണ്ടാകുന്നത്, അവിടെയാണ് ജയം ഉണ്ടാകുന്നത്, അവിടെയാണ് ഉയർച്ച ഉണ്ടാകുന്നത്, അവിടെയാണ് ആത്മാക്കൾ വിടുവിക്കപ്പെടുന്ന. സ്തോത്രം. നമ്മുടെ ചിന്തകൾക്ക് നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമായി തീരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വേദവാക്യം നമുക്കൊന്ന് വായിച്ചാട്ടെ. എന്ന്
അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവോട് വ്യാജ്യം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കു മുമ്പേ നിന്റേതല്ലായിരുന്നോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യനോടല്ല, നീ ദൈവത്തോടത്ര വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്ന് പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറയുക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇത് നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിനെ അരികെ കുഴിച്ചിട്ടു. മതി. സ്തോത്രം. പ്രവൃത്തി ദിവസം 5-ാം അധ്യായത്തില് ഒരു ഭാര്യയും ഭർത്താവിനെയും പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. സ്തോത്രം. ഭർത്താവിന്റെ പേര് അനന്യാസ്, ഭാര്യയുടെ പേര് സഫീര. അവരെന്തെന്നറിയാമോ? അവരുടെ സ്ഥലം വിറ്റു. അവരുടെ സ്ഥലം വിറ്റു. ആ സ്ഥലം വിറ്റ കാശ് കുറെ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? മാറ്റിവെച്ചു. മാറ്റിവെച്ചിട്ട് ബാക്കി പണവുമായിട്ട് അപ്പോസ്തലന്മാരുടെ ചെന്നു. അപ്പൊ പത്രോസ് ചോദിക്കുകയാണ്, അനന്യാസേ, ഓ, ഇത്രയും രൂപയ്ക്കാണോ സ്ഥലം വിറ്റത്? അപ്പൊ അനന്യാസ് പറയാണ്, അതെ, നമ്മൾ ഉദ്ദേശിച്ച വിലയൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഇന്ന വില പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് അത്രയും പൈസ കിട്ടിയില്ല. കിട്ടിയ വിലക്ക് ഞാൻ കൊടുത്തു. ആ പൈസയാന്ന് പറഞ്ഞത്. കിട്ടിയ വിലക്ക് ഞാൻ കൊടുത്തു. ആ പൈസയാണ് ഇതെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിന് ചോദ്യമുണ്ട്, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയോ? സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയോ? ഹല്ലേലൂയ. ആ സ്ഥലം വിൽക്കുന്നതിന് മുമ്പും അനന്യാസം നിന്റേതായിരുന്നു, വിറ്റ ശേഷവും നിന്റേതായിരുന്നു, ആ പണവും നിന്റേതായിരുന്നു. പക്ഷേ അതിൽ കുറെ പൈസ നീ എന്ത് ചെയ്തു? നീ മാറ്റിവെച്ചിട്ട്. എങ്ങനെ മാറ്റിവെച്ചു? സാത്താൻ നിന്റെ ഹൃദയത്തെ കീഴടക്കി. നിന്റെ ചിന്തയിലേക്ക് സാത്താൻ കടന്നു കയറി. സാത്താൻ പറയാണ്, അനന്യാസെ, മൊത്തം പൈസ കൊടുക്കണ്ട, കുറച്ച് മാറ്റിവെച്ചു. ആ ചിന്തയാണ് ആ പൈസ എടുത്ത് മാറ്റിക്കൊണ്ടേക്കുന്നത്. സ്തോത്രം. നമ്മളവിടെ അങ്ങനെ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കുവാൻ ഇവൻ എന്താ ചെയ്തത്? പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചു. എങ്ങനെ കാണിച്ചു? അവന്റെ മനസ്സ് പറഞ്ഞു, മൊത്തം പൈസ കൊടുക്കണ്ട, മൊത്തം പൈസ കൊടുക്കണ്ട, കുറച്ച് മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി പൈസ കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. അവന്റെ തെറ്റായ ചിന്താഗതി. അനന്യാസ് വിചാരിച്ചത് ആരും കാണുന്നില്ലെന്ന്. എന്നാൽ ദൈവാത്മാവ് അത് കണ്ടുകൊണ്ടിരിക്കുക. അവിടെ കാണുന്നത് അനന്യാസ് അവിടെ പിടച്ചു, അവിടെ മരിച്ചു. ഇതൊന്നും അറിയാതെ എന്റെ ഭാര്യ വന്നു, ചോദിച്ചു, സഫീരേ, ഓ, സ്ഥലമൊക്കെ വിറ്റല്ലേ? ആ, വിറ്റു. എത്ര രൂപയ്ക്ക് വിറ്റ്? ഇത്ര രൂപയ്ക്ക് വിറ്റത്. ദൈവാസനെ, ഞങ്ങൾ ഉദ്ദേശിച്ച പൈസ ഒന്നും കിട്ടിയില്ല. ആ കിട്ടിയ പൈസ കൊണ്ട് എന്റെ ഭർത്താവോട് വന്നായിരുന്നല്ലോ. ആ, വന്നായിരുന്നു. സഫീര, ഇത്രയ്ക്കാണോ വിറ്റത്? അതെ, ഇത്രയ്ക്കാ വിറ്റത്. അവിടെ ഒരു പദമാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. സ്തോത്രം. നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? 5-ാം അധ്യായം അതിൽ 9-ാമത്തെ വാക്യം വായിക്കും. പത്രോസ് അവളോട്,
കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പോലെ ചക്കിക്കൊത്ത ചങ്കരൻ. ഒന്നെ ഭർത്താവ് തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണെന്ന് ഭാര്യ പറയണം. നിങ്ങൾ പറഞ്ഞോ? ഇല്ല. ഇനി ഭാര്യ തെറ്റാണെങ്കിൽ അത് ഭർത്താവ് പറഞ്ഞോ? പറഞ്ഞില്ല. രണ്ടുപേരും പണത്തിന് ഒത്തു. രണ്ടുപേരെ ഹൃദയത്തിന്റെ ചിന്ത ഒന്ന് തന്നെയായിരുന്നു. ഇത് മൊത്തം ഞങ്ങൾ കൊടുക്കുന്നില്ല. ആരുടെ വ്യാജം കാണിച്ച്? പരിശുദ്ധ ആത്മാവിനോട്. ജഡത്തിന്റെ ചിന്ത മരണമാണ്. നിങ്ങൾ ജഡത്തിലും ചിന്തിച്ച ചിന്തകൾ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതാ ചോദിച്ചത്, ഈ നിലം വിൽക്കുന്നതിന് മുമ്പും വിറ്റതിന് ശേഷവും അനന്യാസേ നിങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾ വ്യാജം കാണിച്ച എന്നോടല്ല, പരിശുദ്ധാത്മാവിനോടാ. നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളെ അങ്ങനെ കൊണ്ടുപോയത്. ഹല്ലേലൂയ. ആ തെറ്റായ ചിന്ത കൊണ്ടാണ് അനന്യാസ് അവിടെ പിടച്ചുകൊണ്ട് മരിച്ചത്. സ്തോത്രം. ആ തെറ്റായ ചിന്തയാണ് സഫീരം അവിടെ പിടച്ചുകൊണ്ട് മരിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ജഡത്തിന്റെ ചിന്ത മരണമാണ്. നിങ്ങൾ ആത്മാവിലും ചിന്തിക്കുകയായിരുന്നെങ്കിൽ ദേവദാസനെ ഒരു കുറച്ച് പൈസ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ തന്നേനെ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ വ്യാജം. ജഡത്തിലും ചിന്തിക്കുന്നുവോ? ആ ചിന്തയ്ക്ക് അവസാനം കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞ നിരാശയാണ്, ദുഃഖമാണ്, വേദനയാണ്, ആത്മഹത്യയാണ്, സങ്കടമാണ്. ഓരോരു വിഷയം വരുമ്പോഴും ദൈവാത്മാവിനെ ചിന്തിച്ചോണം. ഹല്ലേലൂയ. കർത്താവേ, എന്താ എനിക്ക് അങ്ങനെ ചിന്ത വരുന്നത്? അങ്ങനെ ചിന്ത വരാൻ കാരണം എന്നാ? എനിക്ക് ചിന്തയ്ക്കൊരു മാറ്റം വേണ്ടേ? അപ്പൊ ദൈവാത്മാവ് പറയും, നീ എന്നിൽ നിന്നും മറഞ്ഞിരിക്കുക, ഞാൻ നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാം. ഹല്ലേലൂയ. ആ ചിന്തയിൽ നിന്നും നിനക്ക് വലിയൊരു വിടുതൽ ഉണ്ടാകും. തക്കോണം ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചു വരും. ഹല്ലേലൂയ. അത് അനന്യാസഭയെ അറിഞ്ഞില്ലെങ്കിലും സ്തോത്രം, ദൈവാത്മാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്ത് വ്യാജങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ചിന്തകളെ വളരുവാൻ നമ്മൾ അനുവാദം കൊടുക്കുവാൻ പാടില്ല. നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിച്ചുകൊള്ളുവിൻ. ആ വേദവാക്യം വായിക്കാമോ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വായിച്ചു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വേദവാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തയേശുവിനോട് കൂടി ഉയർത്തിയിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ ചിന്തിപ്പിൻ. അപ്പൊ നമ്മുടെ ഇത് ചിന്തകൾ വരുമ്പോൾ അത് ദൈവത്തിന് നിരക്കാത്തതാണെങ്കിൽ എന്ത് ചെയ്തോണം? ചിന്തയെ വഴിമാറ്റി വിട്ടോണം. എന്നിട്ട് ഉയരത്തിലുള്ള ചിന്തിച്ചോണം. കാരണം ഈ ഭൂമിയെ ചിന്തിക്കാൻ പോയതുകൊണ്ടാണ് അനന്യാസിൽ സഭയിരിക്കുന്നത് സംഭവിച്ചതെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഉയരത്തോട് ചിന്തിക്കുമ്പോൾ നമ്മുടെ നഷ്ടങ്ങളെ സ്വർഗ ലാഭമാക്കി തീർക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മള് പുതിയ ദിവസം പഠിക്കുമ്പോൾ, സുവിശേഷം പഠിക്കുമ്പോൾ, അവിടെ സക്കായി എന്ന് പറയുന്നൊരു മനുഷ്യനെ നമ്മൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹം യേശു എങ്ങനെയുള്ളവനെ കാണാൻ ആഗ്രഹിച്ചു. ആഗ്രഹിക്കുക മാത്രമല്ല, അവൻ മുൻപോട്ട് ഓടിപ്പോയിട്ട് ഒരു കാട്ടത്തിന്റെ മഴക്കൽ എന്ത് ചെയ്തു? അവൻ ഒളിച്ചിരുന്നു. ആരെ കാണാനല്ല? യേശുവിനെ കാണാൻ. നല്ലൊരു ചിന്തയാണ്, നല്ലൊരു ആഗ്രഹമാണ്. അദ്ദേഹം വിചാരിച്ചു, എന്നെ ആരും കാണുന്നില്ല. യേശു എന്ത് ചെയ്തു? ആ മരത്തിലൂടെ നിന്ന് നേരെ മുകളിലേക്ക് നോക്കി, സക്കായിയേ, ഓ, പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. സക്കായി ബന്ധപ്പെട്ട് താഴേക്ക് ഇറങ്ങി സന്തോഷം ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അതൊരു നല്ല ചിന്തയായിരുന്നു. ആരുടെ ചിന്ത? സക്കായിയുടെ ചിന്ത. ആ ചിന്തയെ സ്വർഗം മാനിച്ചത്.
നന്നായിട്ട് ചിന്തിക്കണം. യേശുവിനെ കാണുവാൻ ചിന്തിക്കണം. യേശുവിനെ തൊടുവാൻ ആഗ്രഹിക്കണം. യേശുവിന് പദം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. ആ ആഗ്രഹത്തെ സ്വർഗം മാനിക്കുന്നത്. കള്ളത്തരവും കപടതയും ചതിവും വഞ്ചന ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ അതിന്റെ അവസാനം മരണമാണ്, നിരാശയാണ്, സങ്കടമാണ്. നമ്മൾ വായിച്ച അങ്ങനെ തന്നെയാണ്. റോമാലേഖനം 8-6 വാക്യം വായിച്ചത്. ജഡത്തിന്റെ ചിന്ത മരണം. ഏതൊരു വ്യക്തിയായിരുന്നാലും, ആ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഏതൊരു കാര്യവും ജഡത്തിന് ചിന്തിച്ചാൽ അതിന്റെ അവസാനം ഉത്തരം ലഭിക്കുന്ന മരണമാണെങ്കിൽ ആത്മാവിലും ചിന്തിക്കുമ്പോൾ അവിടെ ജീവനും സമാധാനമുണ്ട്. നമ്മൾ ഏതാ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്? ജഡത്തിന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു, ആത്മാവിന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. കർത്താവേ, എന്റെ കുടുംബജീവിതത്തെക്കുറിച്ച്, എന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, എന്റെ ശുശ്രൂഷയെക്കുറിച്ച്, എന്റെ ദേശത്തെക്കുറിച്ച് കർത്താവേ, ഞാൻ ആത്മാവിൽ ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ ജഡത്തിലും ചിന്തിച്ചാൽ അതെനിക്ക് പരാജയമാണ്. എന്നാൽ ആത്മാവിലും ചിന്തിക്കുമ്പോൾ എനിക്ക് ജീവനും സമാധാനമാണ്. എത്രയോ പ്രിയപ്പെട്ടവർ ജഡത്തിലും ചിന്തിച്ച് നിരാശ വാങ്ങി മുൻപോട്ട് പോകുമ്പോൾ, ദൈവമക്കളായ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ മുൻപോട്ട് പോകുന്ന പ്രധാനപ്പെട്ട കാര്യം നാം ആത്മാവിലും ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ നിരൂപണങ്ങൾ അങ്ങേക്ക് ഇഷ്ടമുള്ളതായി തീരണം. അത് മരണത്തിന് വഴിയായി തീരരുത് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മുൻപുള്ള പ്രയാണത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. നല്ല ചിന്തകൾ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ജഡത്തിന് ചിന്ത മരണമാണ്, ആത്മാവിന് ചിന്ത ജീവനും സമാധാനമാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം നല്ല ചിന്തിക്കുവാൻ, ആത്മാവ് ചിന്തിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിന്റെ വലിയൊരു നാമത്തിന്റെ പിതാവേ, ആമേൻ. സമയം നന്ന ബഹുമാന ദേവദാസൻ കേട്ട് നിങ്ങൾക്കും ഹൃദയം നന്ദി അറിയിച്ചുള്ള വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവമേ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Praise the Lord. പ്രിയരേ, തിരുനാമമുയർന്നേ
കൃപമേകണമേ നിന്റെ മുന്നുനാമം അകറ്റീരാൻ നിനശൂ